രാഷ്ട്രീയത്തിൽ എപ്പോഴും കടുത്ത മത്സരങ്ങളും വ്യത്യസ്ത നിലപാടുകളും സ്വാഭാവികമാണ്. എന്നാൽ അതിനിടയിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനങ്ങളെയും രാജ്യത്തിന്റെ മുന്നേറ്റങ്ങളെയും തുറന്ന മനസ്സോടെ അഭിനന്ദിക്കുന്ന ചില കാഴ്ചകളും നമ്മൾ കാണാറില്ലേ? ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു സർക്കാർ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യം ചെയ്താൽ അതിനെ അഭിനന്ദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ചും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും പാർട്ടിക്കകത്തും പുറത്തും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിലേക്കാണ് കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂർ കശ്മീരിലെ വികസന മുന്നേറ്റങ്ങളെ പരസ്യമായി പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെയും സാധാരണ നിലയിലേക്കുള്ള പുരോഗതിയെയും ശശി തരൂർ അഭിനന്ദിച്ചപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ വൃത്തങ്ങളിൽ അത് വലിയ ചലനങ്ങളുണ്ടാക്കി. രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും രാജ്യ താല്പര്യം മുൻനിർത്തി നല്ല കാര്യങ്ങളെ നല്ലതെന്ന് പറയാൻ മടിക്കാത്ത തരൂരിന്റെ ഈ നിലപാടും അതിനെ തുടർന്ന് രാഷ്ട്രീയ രംഗത്തുയരുന്ന വിവിധ ചിന്തകളും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സംഭവമെന്ന് സംശയമുണ്ടാവും. നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ ചില വൻ വിജയങ്ങളെയും വികസനങ്ങളെയും കോൺഗ്രസിന്റെ നേതാവായ ശശി തരൂർ പരസ്യമായി കൈയടിച്ച് പ്രശംസിച്ചു എന്നതാണ് സംഭവം. ഇത് കേട്ടത് മുതൽ കോൺഗ്രസ് ക്യാമ്പിലും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും വലിയ അസ്വസ്ഥതയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം മോദി എന്ത് ചെയ്താലും അതിനെ കണ്ണടച്ച് എതിർക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു രീതി. എന്നാൽ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യം വരുമ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അതിനെ പിന്തുണയ്ക്കണമെന്ന് ചിന്തിക്കുന്ന നേതാവാണ് ശശി തരൂർ. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് പ്രധാന കാര്യങ്ങളിലാണ് മോദി സർക്കാരിനെ പ്രശംസിച്ചത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ G7 ഉച്ചകോടിയുടെ സമയത്താണ്. ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ പങ്കെടുത്ത ആ ആഗോള വേദിയിൽ ഇന്ത്യക്ക് വേണ്ടി, രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ശക്തമായി സംസാരിച്ചിരുന്നു. ആഗോള വേദിയിൽ ഇന്ത്യയുടെ ശബ്ദം ഇത്രത്തോളം ഉയർത്തിപ്പിടിച്ച മോദിയുടെ ആ നിലപാടിനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശശി തരൂർ അന്ന് പരസ്യമായി പുകഴ്ത്തുകയുണ്ടായി. വിദേശകാര്യങ്ങളിൽ വലിയ അറിവുള്ള തരൂരിനെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര നേതാവിന്റെ മോദിയുടെ ആ നീക്കത്തെ അഭിനന്ദിച്ചപ്പോൾ അതുമുതൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ അന്തസ്സുയരുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ അഭിനന്ദിക്കാനുള്ള ആർജവം ശശി തരൂർ കാണിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയും തരൂരിന്റെ നയതന്ത്ര ശൈലിയും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. G7 ഉച്ചകോടിയിലെ മോദിയുടെ പ്രസംഗത്തെ തരൂർ പുകഴ്ത്തിയത് കേട്ടതു മുതൽ കോൺഗ്രസിനുള്ളിൽ വലിയ അസ്വസ്ഥതകൾ പുകയുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ സംഭവവും ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ സംഭവം നടക്കുന്നത് കശ്മീരിലാണ്. കശ്മീരിലെ രാഷ്ട്രീയ പശ്ചാത്തലം എപ്പോഴും വളരെ സങ്കീർണമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് വിയോജിപ്പുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ സാധാരണ നില ഇനിയും പൂർണ്ണമായി കൈവന്നിട്ടില്ലെന്നും ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്നുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പൊതുവെ ഉന്നയിക്കുന്ന വാദം. എന്നാൽ ഇതിനിടയിലാണ് ശ്രീനഗറിൽ നടന്ന നളന്ദ ഡയലോഗ്സ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ശശി തരൂർ എത്തുന്നത്. സന്ദർശന വേളയിൽ ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി തരൂർ ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കശ്മീരിൽ വലിയ മാറ്റങ്ങളും വികസനങ്ങളുമാണ് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേന്ദ്രഭരണ പ്രദേശത്ത് സാധാരണ നില കൈവരുന്നതിലും അവിടുത്തെ വികസന മുന്നേറ്റങ്ങളിലും നല്ല പുരോഗതി ദൃശ്യമാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. താൻ ഗവർണറെ കാണാൻ എത്തുമ്പോൾ അദ്ദേഹം കശ്മീരിലെ എഴുത്തുകാരുടെയും വനിതാ സംഘടനകളുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തുകയായിരുന്നു എന്നും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി സർക്കാർ സംവദിക്കുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണെന്നും അദ്ദേഹം കുറിച്ചു. കശ്മീരിലെ പുതിയ മാറ്റങ്ങൾ തനിക്ക് വലിയ പ്രതീക്ഷയും പോസിറ്റീവ് ചിന്തകളുമാണ് നൽകുന്നത് എന്നാണ് തരൂർ ലോകത്തോട് പറഞ്ഞത്. ശശി തരൂരിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നതോടെ വലിയൊരു രാഷ്ട്രീയ സത്യമാണ് ഇവിടെ തെളിയുന്നതെന്ന് BJP വ്യക്തമാക്കുകയാണ്. BJP ഈ ഒരു വിഷയം ഉന്നയിച്ച് വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വികസനവും പുരോഗതിയും കാണുമ്പോൾ അതിനെ അന്ധമായി എതിർക്കാതെ യാഥാർത്ഥ്യം തുറന്നു പറയാൻ കാണിക്കുന്ന നേതാക്കളെ കോൺഗ്രസ് എപ്പോഴും മാറ്റി നിർത്തുകയാണ് പതിവെന്ന് BJP ചൂണ്ടിക്കാണിച്ചു. ശശി തരൂർ രാജ്യ താല്പര്യം മുൻനിർത്തി കശ്മീരിലെയും G7 വേദിയിലെയും വികസന മാറ്റങ്ങളെ അഭിനന്ദിച്ചപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കഴിയാത്തത് അവരുടെ രാഷ്ട്രീയ ശൈലിയുടെ പോരായ്മയാണെന്നാണ് BJP പക്ഷം
പ്രതിപക്ഷം പറയുന്നത്. കാശ്മീരിൽ സമാധാനവും സാമാന്യ ജനജീവിതവും തിരികെ കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ കഠിന ശ്രമങ്ങൾ വിജയം കണ്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ശശി തരൂരിനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ഈ വാക്കുകൾ. കാശ്മീരിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. അവിടെ ടൂറിസം വളരുന്നു, വികസനം എത്തുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന് മുന്നിൽ മറച്ചു വെക്കാൻ കോൺഗ്രസിന് ഇനി സാധിക്കില്ല എന്നതാണ് BJP വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കേവലമായ മോദി വിരുദ്ധ രാഷ്ട്രീയത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാത്തതും ഇത്തരം വികസന വിരുദ്ധ നിലപാടുകൾ കൊണ്ടാണെന്ന് BJP വിശ്വസിക്കുകയാണ്. മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായി തരൂരിന്റെ ഈ വാക്കുകൾ മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ശശി തരൂരിന്റെ മാത്രം ഒരു പ്രതികരണമല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചില വ്യത്യസ്ത ചിന്താഗതികളുടെ പ്രതിഫലനം കൂടിയാണ്. മോദി സർക്കാരിനെ കേവലം വ്യക്തിപരമായി എതിർക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അംഗീകരിക്കുകയും ഒപ്പം തെറ്റായ നയങ്ങളെ ശക്തമായി വിമർശിക്കുകയും വേണമെന്ന നിലപാടുള്ള ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇന്നും കോൺഗ്രസിലുണ്ട്. തരൂർ ചെയ്തത് അതാണ്. G7 വേദിയിലായാലും കാശ്മീരിലായാലും രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കാണുമ്പോൾ അതിന് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിന്ന് പ്രശംസിക്കാനുള്ള ജനാധിപത്യ മര്യാദ അദ്ദേഹം കാണിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക നിലപാടുകളുമായി ഇത് പൂർണ്ണമായി പൊരുത്തപ്പെടുന്നില്ല എത്രേ. കാശ്മീരിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ചോഡോ യാത്രയുടെ സമയത്ത് അവിടുത്തെ അവസ്ഥ ഇപ്പോഴും ആശാവഹമല്ല എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് വലിയ രീതിയിൽ ശ്രമിച്ചിരുന്നു. എന്നാൽ തരൂരിന്റെ ഈ പോസിറ്റീവ് വിലയിരുത്തൽ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളുടെ വിശ്വസനീയത തന്നെ തകർത്തു. പാർട്ടിയിൽ സത്യം പറയുന്നവരെയും വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും മാറ്റി നിർത്തുകയും രാഹുൽ ഗാന്ധിയുടെ ശൈലിയെ മാത്രം പിന്തുണയ്ക്കുന്നവർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെത് എന്ന വിമർശനത്തിൽ ഇത് വീണ്ടും ആക്കം കൂട്ടുകയാണ്. ഈ സംഭവത്തോടെ ശശി തരൂർ എന്ന നേതാവിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭരണകൂടം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കാൻ കാണിച്ച ഈ മനസ്സ് ഒരു മികച്ച രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ കശ്മീർ നയങ്ങളും അന്താരാഷ്ട്ര നയതന്ത്രങ്ങളും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ സമയത്ത് വിദേശകാര്യങ്ങളിൽ വലിയ അറിവുള്ള തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് അത് നേരിട്ട് കണ്ട് സാക്ഷ്യപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരമായി മാറുകയല്ലേ. ഇനി G7 ഉച്ചകോടിക്ക് പിന്നാലെ കശ്മീരിലെ വികസനത്തിനും അദ്ദേഹം നൽകിയ ഈ പ്രശംസ വരും ദിവസങ്ങളിലും രാഷ്ട്രീയ വേദിയിൽ വലിയ ചർച്ചയായി തന്നെ നിലനിൽക്കും. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവർക്ക് തരൂരിന്റെ നിലപാടിൽ വലിയ പ്രചോദനമാണ്. എന്നാൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും സ്വന്തം നേതാക്കൾ തന്നെ വികസനത്തെ പുകഴ്ത്തുന്ന ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശശി തരൂരിന്റെ ഈ നിലപാടിനെ കുറിച്ചും വികസന കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.